പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മിന്നൽ സന്ദർശനം. നഗരസഭാ ഉദ്യോഗസ്ഥർ സഹകരിച്ചില്ലെങ്കിൽ ഡിപ്പോ തന്നെ മാറ്റിക്കളയുമെന്ന മന്ത്രിയുടെ മുന്നറിയിപ്പ്. മലിനജലം ഒഴുക്കിവിടുന്നതിൽ നഗരസഭയുമായി ചർച്ച നടത്തും. പരിശോധിച്ചതിനകത്ത് ഈ KSRTCയുടെ പ്രശ്നങ്ങളെല്ലാം ഒരു മാസം കൊണ്ട് പരിഹരിക്കാം. പക്ഷേ വെള്ളം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മുനിസിപ്പാലിറ്റി പറയണം. മുനിസിപ്പാലിറ്റിയുമായി ഒരു യോഗം വയ്ക്കുന്നുണ്ട്. ആ യോഗത്തിൽ അവർ സഹകരിച്ചില്ലെങ്കിൽ ബസ് സ്റ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ ആലോചിക്കും. നാട്ടുകാർ മൊത്തം മണ്ണിട്ട് നിൽക്കുക, ആളുകൾ അതിനെ കൂട്ടു നിൽക്കുക, അതൊന്നും മര്യാദയുള്ള കാര്യങ്ങളാണ്. വെള്ളം പോകാനുള്ള ഓടകളും പുഴകളും തോടുകളും നശിപ്പിച്ചതാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം. പത്തനംതിട്ടയിൽ ഇത്രയും വലിയ വെള്ളപ്പൊക്കം വന്ന് ടൗണിൽ വരെ വെള്ളം കയറി. എന്താ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ കാര്യമൊന്നും. ഏതായാലും ഈ ജീവനക്കാരെയും വണ്ടികളും കൂടി ഇങ്ങനെ ഈ ചെളിക്കകത്ത് മണ്ണിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, സഹകരിക്കേണ്ട അവരുടെ ആവശ്യമില്ല, എൻ്റെ ആവശ്യമാണ്. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ തന്നെ പത്തനംതിട്ട ടൗൺ മുഴുവൻ മുങ്ങുന്ന, പ്രത്യേകിച്ച് KSRTC ബസ് സ്റ്റാൻഡ് പരിസരം ഉൾപ്പെടെ മുങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ഈ നഗരസഭ അധികൃതർക്ക് മന്ത്രി നൽകുന്ന മുന്നറിയിപ്പ്? മന്ത്രിയുടെ മിന്നൽ സന്ദർശനത്തിന് പിന്നിലെന്താ? ആര്യ, നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ പത്തനംതിട്ട KSRTC ടെർമിനലിലെ വർക്ക്ഷോപ്പ് ഗ്യാരേജ് പൂർണ്ണമായും വെള്ളത്തിലാകും. അവിടെ ഈ മലിനജലത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ബസ്സുകളുടെ അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരു സാഹചര്യം അവിടുത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാർക്കുണ്ട്. ഇത് വർഷങ്ങളായി അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇതിന് വരെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ KSRTCക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. പ്രധാനമായും ഈ KSRTC ഡിപ്പോയ്ക്ക് മുൻവശത്തുള്ള പ്രധാന റോഡിൻ്റെ ഓരത്തുള്ള ഓടയിൽ നിന്നുള്ള മലിനജലം ഉൾപ്പെടെയാണ് ഈ ശക്തമായി മഴ പെയ്യുമ്പോൾ ഈ വർക്ക്ഷോപ്പ് ഗ്യാരേജിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ വർക്ക്ഷോപ്പ് ഗ്യാരേജ് താഴ്ന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ഡിപ്പോ അത് പുതുക്കി പണിതപ്പോൾ ഏകദേശം 3 അടിയോളം ഉയരത്തിലാണ് ഈ ഗ്യാരേജിൽ നിന്നും ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ മലിനജലം മുഴുവൻ ഗ്യാരേജിലേക്ക്, വർക്ക്ഷോപ്പിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. നിരന്തരമായി ഈ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതികൾ പോയിരുന്നു ഈ വിഷയത്തിൽ. പക്ഷേ ഇതുവരെയായിട്ടും ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി KB ഗണേഷ് കുമാർ ഒരു മിന്നൽ സന്ദർശനം KSRTC പത്തനംതിട്ട ഡിപ്പോയിലേക്ക് നടത്തിയത്. അദ്ദേഹം ഈ വെള്ളം കയറുന്ന വർക്ക്ഷോപ്പ് ഗ്യാരേജ് വിശദമായി പരിശോധിച്ചു. അവിടുത്തെ റാമ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉയർത്തി നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർക്ക് ഗതാഗത വകുപ്പ് മന്ത്രി ഉടൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ നഗരസഭാ അധികൃതരുമായി ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം പോയിട്ടുണ്ട്. അതേസമയം ഈ ഒരു വിഷയത്തിൽ നഗരസഭാ അധികൃതർക്ക് ഒരു പരിഹാരം കണ്ടെത്താനായില്ലെങ്കിൽ വേണ്ടിവന്നാൽ പത്തനംതിട്ട KSRTC ടെർമിനൽ തന്നെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പുനഃസ്ഥാപിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഗതാഗത വകുപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം അദ്ദേഹം പറഞ്ഞത്, അവിടെ വർഷങ്ങളായി KSRTC ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് നൽകിയ നിരവധി ആളുകളുണ്ട്. 10 വർഷത്തിലധികമായി 10-12 ലക്ഷം രൂപയൊക്കെ ഡെപ്പോസിറ്റ് തുക നൽകിയവരുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും അവർക്ക് ആ കടമുറിക്കുള്ളിൽ വ്യാപാരം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഫയർഫോഴ്സിൻ്റെ NOC സർട്ടിഫിക്കറ്റ് ഇതുവരെ ഈ KSRTC ടെർമിനലിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ഈ കടമുറി ലേലത്തിൽ പിടിച്ച ആളുകൾക്ക് അവർ ഡെപ്പോസിറ്റ് തുക നൽകിയത്, ആ തുക ഉടൻ തന്നെ തിരിച്ചു നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, കാലാകാലങ്ങളായി KSRTCയിൽ അറ്റകുറ്റപ്പണികൾ, അത് ഈ ടെർമിനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് കരാറുകൾ നൽകാറാണ് പതിവ്. അതിൻ്റെ കരാറുകൾ പുറത്തു നിന്നുള്ള ആളുകൾക്കാണ് നൽകാറുള്ളത്. പക്ഷേ ഇനി മുതൽ KSRTCയിൽ അറ്റകുറ്റപ്പണികൾ, അത് കെട്ടിടത്തിൻ്റെ ഉൾപ്പെടെ ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായി ഇങ്ങനെ പുറത്തേക്ക് ഇനി ഒരിക്കലും കരാർ നൽകില്ല. അത് KSRTC തന്നെ നേരിട്ട് നടത്തുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. ആര്യ, ഓക്കെ, പത്തനംതിട്ട KSRTCയിലാണ് KB ഗണേഷ് കുമാറിന്റെ മിന്നൽ സന്ദർശനവും. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.